സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോഴത്തേക്കും കിട്ടിയ ഒരു നോളജ് കൊണ്ടാണ് MBBS കോളേജിലെത്തുന്നത്. ഇപ്പോൾ ഡോക്ടറായി എന്ന് പറയുന്നത് അവിടെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് സൈലം എന്ന് പറഞ്ഞ സ്ഥാപനം ആരംഭിച്ചു. അപ്പം സ്ഥാപനം ആരംഭിച്ചു കഴിഞ്ഞിട്ട് അതൊരു എഡ്യൂക്കേഷനിൽ റെവല്യൂഷൻ ഉണ്ടാക്കി. കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. ഒരു 19 വർഷം കോഴിക്കോടും അതിനെ കുന്നമംഗലത്തും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തു. അത് വരുന്ന ഒരു 10, 15, 16 വയസ്സാകുമ്പോൾ തുടങ്ങി നാടകങ്ങളിലും പാട്ടും ഡാൻസും ഒക്കെയാണ് എൻ്റെ ഹോബി. ഒരു 10-20 നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വേഷങ്ങൾ ഞാൻ വില്ലൻ കഥാപാത്രങ്ങളും അതേപോലെ അല്ലാത്ത കഥകളും ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട് പാടും, പാട്ട് എഴുതും. വിശേഷം എന്ത്, ക്ലാസ്സൊക്കെ എടുക്കുന്നു, നന്നായിട്ട് പോകുന്നു. പിന്നെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഉറക്കമാണ് പ്രധാന പരിപാടി. ഫുഡ് അടിക്കുന്നു, പുസ്തകം വായിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങാൻ പറ്റി. അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ആ വണ്ടിയിലാണ് വരുന്നത്. അതുകൊണ്ട് സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഗുൽമാർഗ് പോയി, സോൻമാർഗ് പോയി, പെഹൽഗാം പോയി, പിന്നെ അവിടെ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ് എല്ലാം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇനിയും പോകണം, ഉറപ്പായിട്ട് ഞങ്ങളിപ്പോൾ. ചക്കായൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി, ചക്കായൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി, ഇല വെട്ടി തോല് വെട്ടി വാരയ്ക്ക ചക്ക, ഇല വെട്ടി തോല് വെട്ടി വാരയ്ക്ക ചക്ക. ഞാനും എൻ്റെ പിള്ളേരും കൂടി ചക്ക തിന്നാനിരുന്നപ്പോൾ പിളക്കത്തെ പാറ്റ പോലെ അമ്മായും വന്നേ. ചക്കയൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി, ചക്കായൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി. പന്തല്ലോ ലളിയം വന്നാൽ പന്തലടക്കം തല്ലാണേ, പന്തല്ലോ ലളിയം വന്നാൽ പന്തലടക്കം തല്ലാണേ. ചക്കയൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി, ചക്കായൊന്നും ചൊല്ലല്ലേടി ചക്കേമേൽ കൈ വെക്കല്ലേടി. പന്തിയിലൊരൊറ്റ അത്തൂവല് രണ്ടും വെള്ള.